ഈ സ്റ്റൈഫൻ വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ സംഘടനയുടെ തീരുമാനം. രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് സമരം നടത്തും. ഇലക്ടീവ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കാനും തീരുമാനമുണ്ട്. സനിസ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനിസ, അപ്പോൾ സ്റ്റൈഫൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആവശ്യങ്ങൾക്കൊന്നും ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. അങ്ങനെ സംഘടന കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവർ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. കൂടാതെ തന്നെ ഈ പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ചെന്ന് അടിയന്തരമല്ലാത്ത ഡ്യൂട്ടികൾ അടക്കം ബഹിഷ്കരിച്ച് ഇവർ പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ അവർക്ക് ഉറപ്പ് നൽകിയതാണ് അടിയന്തരമായിട്ട് തന്നെ നടപടി കൈക്കൊള്ളുമെന്നും എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് ഉറപ്പാക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ 5-ാം തീയതി ലഭിക്കേണ്ട സ്റ്റൈപ്പൻഡ് ഇത്രയും ദിവസമായിട്ടും 200-ലധികം പേർക്ക് ഇപ്പോഴും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനായി PG ഡോക്ടർമാരുടെ സംഘടന ഒരുങ്ങുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. അവിടെ ഈ ഡ്യൂട്ടി ടൈമുകളിൽ വാർഡുകളിലൊക്കെ ഈ PG ഡോക്ടർമാരുടെ സേവനമാണ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്ന ഈ PG ഡോക്ടർമാർക്ക് തുച്ഛമായ ശമ്പളമാണ്, സ്റ്റൈപ്പൻഡാണ് ലഭിക്കുന്നതെന്ന് അവർ ഓൾറെഡി അവരുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ സ്റ്റൈപ്പൻഡ് പോലും അവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും ട്രഷറിയിൽ ഇവരുടെ സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട ബില്ല് എത്തിക്കാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് ഈ സ്റ്റൈപ്പൻഡ് മുടങ്ങുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിലെ മറ്റ് ഉദ്യോഗസ്ഥരായവർക്കും അധികൃതർക്കും ഡോക്ടർമാർക്കും ഒന്നും അവരുടെ ശമ്പളമോ സ്റ്റൈപ്പൻഡോ ഇത്തരത്തിൽ ഈ ക്ലറിക്കൽ പ്രശ്നം കൊണ്ട് മുടങ്ങുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണെന്ന് തന്നെയാണ് PG ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കുന്നത്. ഇപ്പോഴും 200 പരം പേർക്ക് സ്റ്റൈപ്പൻഡ് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് PG ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമായില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് 10 മണിക്ക് അവർ പ്രതിഷേധവുമായി പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തും. എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് ലഭ്യമാകുന്നത് വരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് PG ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ശരി.